നമസ്കാരം. സിനിമാ ഷൂട്ടിംഗ് സെറ്റുകളിൽ ചുറ്റിപ്പാടി നടക്കുന്ന പലതരം വാർത്തകളും താരങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. പലപ്പോഴും വളരെ രസകരമായതാവും, ചിലപ്പോൾ രസകരമല്ലാത്ത വാർത്തകളും പങ്കുവയ്ക്കാറുണ്ട്. ഇപ്പോഴത്തെ അത്തരത്തിലൊരു സംഭവമാണ് പറയാൻ പോകുന്നത്. 80കളിലെയും 90കളിലെയും മുൻനിര ഹിന്ദി ചലച്ചിത്ര താരമായിരുന്നു ശ്രീദേവി. ജനിച്ചത് 1963 ഓഗസ്റ്റ് 13-നായിരുന്നു. ശേഷം കുട്ടിക്കാലത്ത് തന്നെ സിനിമയിൽ അരങ്ങേറി. തമിഴ്, ഹിന്ദി, തെലുങ്ക്, മലയാളം, കന്നഡ എന്നീ ഭാഷകളിലായി 300-ലധികം ചിത്രങ്ങളാണ് ശ്രീദേവി അഭിനയിച്ചത്. ഇന്ത്യൻ സിനിമയിലെ ആദ്യ വനിതാ സൂപ്പർ താരമായി അറിയപ്പെടുന്ന ഇവർ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രശസ്തരായ അഭിനേത്രികളിൽ ഒരാളാണ്. എന്നാൽ സിനിമാ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചതായിരുന്നു നടി ശ്രീദേവിയുടെ മരണം. ദുബായിലെ ഹോട്ടലിലെ ബാത്ടബിലാണ് 2018 ഫെബ്രുവരി 24-ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താരത്തിന്റെ മരണം സംബന്ധിച്ച് പല വിധത്തിലുള്ള അഭ്യൂഹങ്ങളും പരന്നിരുന്നു. 1996-ൽ ശ്രീദേവിയും ബോണി കപൂറും വിവാഹിതരായത്. ബോണിയുടെ രണ്ടാം വിവാഹവും ശ്രീദേവിയുടെ ആദ്യ വിവാഹവുമായിരുന്നു ഇത്. അവർക്ക് 2 പെൺമക്കളാണുള്ളത്. 1997-ൽ ജാൻവി ജനിച്ചു. 2000-ൽ ഖുഷി കപൂർ ജനിച്ചു. 2023-ലാണ് ഖുഷി ആദ്യമായി അഭിനയത്തിലേക്ക് വന്നത്. ഇന്ത്യൻ സിനിമയിലെ മുൻനിര താരകുടുംബമാണ് ബോണി കപൂറിന്റേത്. അന്തരിച്ച നടിയും ഭാര്യയുമായ ശ്രീദേവിയും ഇപ്പോൾ 2 പെൺമക്കളുമൊക്കെ സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനു പുറമെ ബോണിയുടെ സഹോദരൻ അനിൽ കപൂറും അദ്ദേഹത്തിന്റെ മകൾ സോനം കപൂറും തുടങ്ങി നിരവധി താരങ്ങളാണുള്ളത്. അതേസമയം അനിൽ കപൂർ, ശ്രീദേവി, ബോണി കപൂർ എന്നിവർ ചേർന്ന് 90കളിൽ ചില കൾട്ട് ക്ലാസിക് സിനിമകൾ നിർമ്മിച്ച് സൂപ്പർ ഹിറ്റാക്കി മാറ്റിയിരുന്നു. മിസ്റ്റർ ഇന്ത്യ, ജൂതായ് എന്നിങ്ങനെ നിരവധി സിനിമകളാണ് ഈ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയത്. അനിലും ശ്രീദേവിയും നായികാനായകന്മാരായി അഭിനയിച്ചപ്പോൾ ബോണി കപൂർ ആയിരുന്നു ചിത്രം നിർമ്മിച്ചത്. എന്നാൽ സഹോദരനും തന്റെ ഭാര്യയും ഒരുമിച്ച് വീണ്ടും അഭിനയിക്കാൻ തീരുമാനിച്ച സമയത്ത് തനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ പറ്റി ബോണി കപൂർ പങ്കുവച്ച കാര്യങ്ങൾ വൈറലാവുകയാണിപ്പോൾ. മിസ്റ്റർ ഇന്ത്യ എന്ന സിനിമയ്ക്ക് വേണ്ടി കണ്ടുമുട്ടിയപ്പോഴാണ് ബോണി കപൂറും ശ്രീദേവിയും തമ്മിൽ കൂടുതൽ സൗഹൃദത്തിലാവുന്നത്. അക്കാലത്ത് മികച്ച നടിമാരിൽ ഒരാളായിരുന്നു ശ്രീദേവി. ബോണി കപൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിൽ ശ്രീദേവി ഒപ്പിടുന്നത് ഒരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. ചിത്രത്തിൽ അമരീഷ് പൂരിയാണ് വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ശേഖർ കപൂർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയത് സലീം ജാവേദ് കൂട്ടുകെട്ടാണ്. സലീം ഖാനും ജാവേദ് അക്തറും വേർപിരിയുന്നതിന് മുമ്പ് അവസാനമായി ഒന്നിച്ച ചിത്രമായിരുന്നു അത്. അനിൽ കപൂറും ശ്രീദേവിയും ആ സിനിമയുടെ ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു. പിന്നീട് 1996-ൽ ശ്രീദേവിയും ബോണി കപൂറും വിവാഹം കഴിച്ചു. തൊട്ടടുത്ത വർഷമാണ് ജൂതായ് എന്ന സിനിമ റിലീസിനെത്തുന്നത്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ബോണി കപൂർ തന്റെ കരിയറിൽ നേരിട്ട വെല്ലുവിളികളെ കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നു. ശ്രീദേവി അനിൽ കപൂറിന്റെ സഹോദരനെ വിവാഹം കഴിച്ചതിനാൽ അനിലും ശ്രീദേവിയും പ്രണയിതാക്കളായി അഭിനയിക്കുന്നത് അംഗീകരിക്കാൻ പ്രേക്ഷകർക്ക് സാധിക്കില്ലെന്ന് ആളുകൾ പ്രവചിച്ചിരുന്നെന്നാണ് ഒരു ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ ബോണി കപൂർ വെളിപ്പെടുത്തിയത്. ഇരുവരെയും ഒരു റൊമാന്റിക് ജോഡിയായി കാണാൻ പ്രേക്ഷകർ തയ്യാറായില്ലായിരുന്നുവെന്ന് പലരും തന്നോട് പറഞ്ഞിരുന്നു. മിസ്റ്റർ ഇന്ത്യ എന്ന സിനിമ ഇറങ്ങിയ സമയത്തും അതിലെ നായകനായകന്മാരെ കുറിച്ച് സമാനമായ രീതിയിൽ ഗോസിപ്പുകൾ വന്നിരുന്നു. എന്നാൽ തനിക്ക് ഈ പ്രൊജക്ടിൽ വിശ്വാസമുണ്ടായിരുന്നു. അവസാന ശ്വാസം വരെ നീ മിസ്റ്റർ ഇന്ത്യയായി ഓർമ്മിക്കപ്പെടണമെന്ന് ഞാൻ അനിലിനോട് പറഞ്ഞിരുന്നു. മിസ്റ്റർ ഇന്ത്യ ഇറങ്ങി 10 വർഷത്തിന് ശേഷമാണ് ജൂതായ് വരുന്നത്. ആ സിനിമയും പ്രതീക്ഷിച്ചതിലും വിജയമായി. ഭാര്യയും സഹോദരനെയും നായികന്മാരായി അഭിനയിപ്പിക്കുമ്പോൾ ഞാൻ നിരവധി വെല്ലുവിളികളിലൂടെ കടന്നുപോയിട്ടുണ്ട്. മിസ്റ്റർ ഇന്ത്യ, നോ എൻട്രി, വാണ്ടഡ്, ജൂതായ് എന്നീ സിനിമകൾ ചിത്രീകരിക്കുമ്പോൾ നേരിട്ട വെല്ലുവിളികൾ വളരെ വലുതാണ്. മാത്രമല്ല ജൂതായിയുടെ കാലത്ത് വ്യത്യസ്തമായ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നു. എന്റെ ഭാര്യ ശ്രീദേവി അന്ന് ഗർഭിണിയായിരുന്നു എന്നും ബോണി കപൂർ പറയുന്നു. 1997-ൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ജൂതായ്. ഇതിൽ നടി ഊർമിള, ഖാദർ ഖാൻ, ഫരീദ ജലാൽ, ജോണി ലിവർ, പരേഷ് റാവൽ, ഉപാസന സിംഗ്, സയ്യിദ് ജാഫ്രി എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു.